എഴുത്ത്, രാഷ്ട്രീയം, സാമൂഹ്യ പ്രവർത്തനം എന്നിങ്ങനെ സർവ്വതലങ്ങളെയും സമ്പുഷ്ടമാക്കിയ ജീനിയസ് ആയിരുന്നു ഒ.എൻ.വി. കുറുപ്പ്. കാലത്തിന്റെ പകർത്തിയെഴുത്തായി മാറിയ സൃഷ്ടികളാണ് ഒ.എൻ.വിയെ മലയാളത്തിന്റെ അനശ്വര കാവ്യതേജസ്സാക്കുന്നത്. ആ തൂലിക ഇനി ചലിക്കില്ല. കവിതയിലൂടെ മലയാളിയോട് നിരന്തരം സംവദിക്കാൻ, അക്ഷരക്കൂട്ടങ്ങളിലൂടെ ഭൂമിയെയും മണ്ണിനെയും പ്രണയത്തെയും കുറിച്ച് പാടാൻ ഒ.എൻ.വി. എന്ന ത്രയാക്ഷരി ഇനി മലയാളിക്കൊപ്പമില്ല. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. 7 പതിറ്റാണ്ട് മനസ്സിൽ നിന്നും ഒ.എൻ.വി. പകർത്തിയെഴുതിയ വരികൾ മലയാളിയുടെ ഹൃദയത്തിലേക്കാണ് ചേക്കേറിയത്. കവിത, നാടകം, സിനിമ തുടങ്ങി വിവിധ മാധ്യമങ്ങളിലൂടെ ഒറ്റപ്ലാക്കൽ നമ്പിയാടിക്കൽ വേലുക്കുറുപ്പെന്ന ഒ.എൻ.വി. കുറുപ്പ് കൈരളിയിൽ ചിരപ്രതിഷ്ഠ നേടി. അച്ഛൻ മരിച്ചതിന്റെ ഏകാന്തതയിൽ നിന്നും രക്ഷനേടാൻ കവിതയിൽ അഭയം തേടിയ 8 വയസ്സുകാരൻ അപ്പു. രാജ്യത്തെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠത്തെ വരെ നെഞ്ചേറ്റിയ ഒ.എൻ.വിയിലേക്ക് വളർന്നത് എഴുത്തിന്റെ മാസ്മരിക ലോകത്തിലൂടെ. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ പ്രധാന വൈദ്യനും സ്വരാജ്യത്തിന്റെ പത്രാധിപരുമായിരുന്ന ഒ.എൻ. കൃഷ്ണക്കുറുപ്പിന്റെയും കെ. ലക്ഷ്മിക്കുട്ടിയുടെയും മകനായി കൊല്ലം ചവറയിൽ 1931 മെയ് 27 ഒ.എൻ.വി. ജനിച്ചത്. 15 വയസ്സുള്ളപ്പോൾ ചവറ ഒ.എൻ.വി. കുറുപ്പ് എന്ന പേരിൽ മുന്നോട്ടെന്ന കവിതയിൽ തുടങ്ങിയ പ്രയാണം. പറയാനുള്ളതെല്ലാം കവിതയിലൂടെ ഒ.എൻ.വി. പറഞ്ഞുവച്ചു. ഇവിടെ അവശേഷിക്കയില്ലാരും ഈ ഞാനും, ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു, ഇനിയും മരിക്കാത്ത ഭൂമി. ചവറ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം കൊല്ലം എസ്.എൻ. കോളേജിലേക്ക് മാറിയപ്പോൾ തീക്ഷ്ണ യൗവനം ഇടതു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ മുന്നണിയിലെത്തി. കവിതയിലെന്ന പോലെ പൊന്നരിവാൾ കയ്യിലേന്താൻ, പോർമുഖം തുറക്കാൻ ഒ.എൻ.വിക്ക് മടിയുണ്ടായില്ല. ഇടത് രാഷ്ട്രീയത്തോടുള്ള പ്രണയം 1989 തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ സ്ഥാനാർത്ഥിയാകും വരെ എത്തി. പരാജയപ്പെട്ടെങ്കിലും രാഷ്ട്രീയം കൈവിട്ടില്ല ഒ.എൻ.വി. 1955 കാലം മാറുന്നു എന്ന ചിത്രത്തിൽ തുടങ്ങി ഒ.എൻ.വിയുടെ ചലച്ചിത്ര ഗാനസപര്യ. 5 പതിറ്റാണ്ട്, 930ഓളം ഗാനങ്ങൾ. പ്രണയവും വിരഹവും തുളുമ്പുന്ന ആ വരികൾ കേൾക്കാതെ, മൂളാതെ മലയാളിക്ക് ഒരു ദിവസം പോലും കടന്നു പോകാറില്ല. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. മികച്ച ചലച്ചിത്രഗാന രചയിതാവിനുള്ള സംസ്ഥാന പുരസ്കാരം 13 തവണയാണ് ഒ.എൻ.വിയെ തേടിയെത്തിയത്. ഇതിനിടയിൽ വൈശാലിയിലെ ഗാനങ്ങൾക്ക് ദേശീയ പുരസ്കാരവും. ഇന്നും മലയാളക്കര നെഞ്ചേറ്റിയ നിരവധി നാടകഗാനങ്ങളും ആ തൂലികയിൽ പിറന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി, എറണാകുളം മഹാരാജാസ്, തലശ്ശേരി ബ്രണ്ണൻ, കോഴിക്കോട് ആർട്സ് കോളേജ് എന്നിവിടങ്ങളിൽ മലയാളം അധ്യാപകനായി. 86 തിരുവനന്തപുരം വനിതാ കോളേജിൽ നിന്നും വിരമിക്കുമ്പോൾ ഒരു വലിയ ശിഷ്യഗണം ആ ഗുരു സ്വന്തമാക്കിയിരുന്നു. എണ്ണിയാലൊടുങ്ങാത്ത പുരസ്കാരങ്ങൾ. 98 പത്മശ്രീയും 2011 പത്മവിഭൂഷണും നൽകി രാജ്യം ഒ.എൻ.വിയെ ആദരിച്ചു. കവിതയിലെ പ്രണയം ജീവിതത്തിലേക്ക് പകർത്തിയപ്പോൾ മഹാരാജാസ് കോളേജിലെ MA വിദ്യാർത്ഥിനിയായിരുന്ന P.P. സരോജിനി ജീവിത സഖിയായി. രാജീവ്, ഡോക്ടർ മായാദേവി എന്നിവർ മക്കളും പേരക്കുട്ടികളും ഒ.എൻ.വിയുടെ കാവ്യലോകത്തിനൊപ്പം സഞ്ചരിക്കുന്നവർ. ആ കാവ്യലോകത്ത് നിന്നും ഒ.എൻ.വി. യാത്രയാകുന്നു. ആരോടു യാത്ര പറയേണ്ടു ഞാൻ, എന്തിനോടാരോടു യാത്ര പറയേണ്ടു, ആരോടു യാത്ര പറയേണ്ടു ഞാൻ, എന്തിനോട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. പറയേണ്ടു.